എന്താ ദീപു മുഖത്തൊരു സന്തോഷം? ഞാനൊരു സ്വപ്നം കണ്ടു. അത് നല്ലതാ, എപ്പോഴും സ്വപ്നം കാണാൻ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും എല്ലാ പീരീഡും നീ കിടന്നിറങ്ങുന്നത്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ ഉണ്ട് മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മിക്കതും നടന്നിട്ടുണ്ടടാ. ഓഹോ, നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാത്തിനും പൊട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ, ഫലിച്ചില്ലേ? ആ കാര്യം എനിക്ക് സ്വപ്നം കാണാതെ തന്നെ അറിയാം. ഞാൻ ഇന്നലെ രാജാവായിട്ട് വാഴുന്നതാ സ്വപ്നം കണ്ടത്, അതും പുലർച്ചയ്ക്ക്. അതിനെന്താ? എടാ, പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. നീ രാജാവോ? പോരാത്തതിന് ഞാൻ അന്നദാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി, ഇപ്പം കാര്യം പിടികിട്ടി. എന്തു കാര്യം? തലപ്പാവ് വെച്ചിട്ടല്ലേ നീ നിന്നെ കണ്ടത്? അതെ. പിന്നെ അന്നദാനവും നടത്തിയല്ലേ? സംഗതി പിടികിട്ടി. എന്ത്? ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. നിനക്കെന്താടാ ഒരു ആലോചന? അയ്യേ, എനിക്കിപ്പോഴേ ആലോചനയോ? അതിനെനിക്ക് കല്യാണപ്രായമായില്ലല്ലോ. ഓ, കല്യാണാലോചനയല്ലടാ പൊട്ട, എന്താ ഒരു ചിന്ത എന്ന് പറയടാ. മാഷേ, ഇവൻ എപ്പോഴും സംശയമാ. വിഷയം ചരിത്രമാണ്. ഓ, ചരിത്രമാണോ? എന്നാ ഞാൻ പറയാമെടാ. ട്രേഡേഴ്സിനെ വിളിക്കേണ്ടി വരുമോ? ഒന്നും വേണ്ടി വരില്ല, ആൻസർ പക്ക ആയിരിക്കും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനോ? എന്താ ഇതിന് മാത്രം ഒരു സംശയം? ആ സംഭവം ഒരു കൊലപാതകമാ, കൊലപാതകം. ആരെയാ കൊന്നത് അത് പറ. ടിപ്പു സുൽത്താനെയാണോ അതോ നെപ്പോളിയനെയോ? ആരെ ഇവന്മാര്? എന്നാലും ആ പുള്ളി എന്തിനായിരിക്കും അങ്ങനെ കുത്തിക്കൊന്നത്? എടാ, ഒന്ന് നിർത്ത്, ഇനിയെങ്കിലും ഒന്ന് പറ. മാഷേ, എന്തിനായിരിക്കും കട്ടപ്പ ബാഹുബലിയെ കുത്തിക്കൊന്നത്? നീ ഇന്നലെ അച്ഛനെയും കൂട്ടി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിരുന്നു അല്ലേ? ഓ, അതും അറിഞ്ഞല്ലേ? എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? അവസാനം ഡോക്ടർ അച്ഛനെ ഇങ്ങനെ ഉപദേശിച്ചു. ഡോക്ടർ ഉപദേശിയായോ? മരുന്നൊന്നും ഇല്ലേ? എടാ, മാനസിക പ്രശ്നത്തിന് ഉപദേശം ആദ്യം വേണ്ടത്. കൗൺസിലിംഗ് എന്ന് കേട്ടിട്ടില്ലേ? എവിടെ? എന്നിട്ട് എന്താ ഉപദേശിച്ചത്? അമ്മ വഴക്കിടാൻ വരുമ്പോ മിണ്ടാതിരിക്കുക എന്ന പോളിസി. അതുകൊണ്ടെന്താ, കൊറേ പറഞ്ഞ് മടുത്തു കഴിയുമ്പോ അമ്മ നിർത്തും. ഛേ, ആണുങ്ങളുടെ മാനം കളഞ്ഞില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? എടാ, പെണ്ണുങ്ങളോട് തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്ത്? അമ്മയെ വഴക്കടിച്ച് തോൽപ്പിക്കണമെന്ന്. എടാ മണ്ടൂസേ, സാധാരണ ഇടിയും മിന്നലൊക്കെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്തോ മെയിൻസ് ചങ്ങ ഓഫ് ആക്കും, അത്രേ ഡോക്ടറും പറഞ്ഞുള്ളൂ. കുട്ടികളെ, ഞാനാണ് നിങ്ങളുടെ പുതിയ മലയാളം മാഷ്. കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നില്ലല്ലോ. നീ ആയിരിക്കും ടിന്റുമോൻ അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? വരുമ്പോ സ്റ്റാഫ് റൂമിൽ നിന്ന് ചില മാഷുമാര് പറഞ്ഞിരുന്നു. ക്ലാസ്സിലൊരു തലതെറിച്ചവനുണ്ട് എന്നല്ലേ മാഷേ? എടാ, സ്മാർട്ട് ആവാം, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. സോറി സർ, ഇനി ആവർത്തിക്കില്ല. ഗുഡ്. പിന്നെ നിങ്ങൾക്ക് മലയാളമല്ലാതെ വേറെ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കാൻ അറിയാം? എനിക്ക് തമിഴ് അറിയാലോ. ഇവളുടെ അമ്മ അണ്ണാച്ചിയാ മാഷേ. അണ്ണാച്ചി എന്ന് പറയരുത്, തമിഴ് സ്ത്രീ എന്ന് വേണം പറയാൻ. ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം അറിയാം മാഷേ. അതിപ്പോ ആർക്കാ അറിയാത്തത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബംഗാളി പറയാൻ അറിയാമോ? ഞാൻ പറയാം മാഷേ. ബംഗാളി അറിയുന്ന മലയാളി അല്ലേ? എന്നാ നീ ഒന്ന് പറഞ്ഞേ ബംഗാളി. ഇതെങ്ങനെ പഠിച്ചടാ? എന്നാ പറയട്ടെ, ബംഗാളി അല്ലേ? ഇതാ പിടിച്ചോ, ബംഗാളി. പോരെ മാഷേ? എന്താ ചേട്ടന്റെ മുഖത്തൊരു മ്ലാനത? എന്തു പറയാൻ, മുമ്പിലെ കല്യാണി സിൽക്സ് വന്നതോടെ എന്റെ കച്ചവടം പൂട്ടി. നീ തന്നെ പറ ടിൻഡു, എന്താ ചെയ്യാ?
ഒരൊറ്റ പണിയേ ഉള്ളൂ ചേട്ടാ. ചേട്ടന്റെ കടയുടെ പേര് മാറ്റാ. പേര് മാറ്റാനോ? ഒരു രക്ഷയില്ല. എന്റെ അച്ഛനിട്ട പേരാ ഡ്രീം എന്നത്. ചേട്ടന് പറ്റിയ പേര് തന്നെ. അതെന്താ? കച്ചവടം ഒന്നും ഇല്ലല്ലോ, ഫുൾ ടൈം ഡ്രീം ചെയ്യലല്ലേ. എന്താപ്പ ചെയ്യാ? ചേട്ടൻ എന്തായാലും കടയുടെ പേരൊന്ന് മാറ്റേണ്ടി വരും. എന്നാ പ്രശ്നമൊക്കെ തീരുവോ? അത് ഗ്യാരണ്ടിയാ. കല്യാണി സിൽക്സിന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവും. ഷെടാ, അതെങ്ങനെ? ഇപ്പൊ ചേട്ടന്റെ കടയുടെ പേരെന്താ? ഡ്രീം. അതൊന്ന് മലയാളത്തിലാക്കിയാ മതി. അപ്പോ സ്വപ്നമെന്നോ? അത് തന്നെ. കല്യാണി സിൽക്സിന്റെ പരസ്യം കണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് തന്നെ വരും. അതെങ്ങനെ? അങ്ങോട്ടൊന്ന് നോക്ക്. TNT rocks. TNT rocks. എടാ ടിൻഡു, നാളെ തുടങ്ങുന്ന യോഗ ക്ലാസ്സിലേക്ക് നീ വരുന്നുണ്ടോ? ഞാനില്ല. എടാ യോഗ സൂപ്പറാ. നല്ല സൂപ്പറാ. രാവിലെ 5 മണിക്ക് എണീക്കണം, അറിയോ? അതിനെന്താ, യോഗയല്ലേ. വല്ലാത്തൊരു യോഗ. ഞാനില്ല. ഞാനെന്തായാലും പോവാ, എനിക്ക് തടിയൊന്ന് കുറയ്ക്കണം. എടാ, അതിന് യോഗയുടെ ആവശ്യമൊന്നും ഇല്ല. നിന്റെ ഫുഡ് ഒന്ന് കുറച്ചാ മതി. അതാ എനിക്ക് പറ്റാത്തത്. എന്നെ കണ്ടില്ലേ, ഞാൻ വരിച്ചു വരി കഴിക്കാറേ ഇല്ല. ഒരു കൺട്രോളൊക്കെ വേണ്ടേ? എനിക്ക് ഇറച്ചി മുട്ട എന്നത് കണ്ടാൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. എന്നെ കണ്ടു പഠിക്ക്. ഞാൻ ചിക്കൻ സൺഡേ മാത്രമേ കഴിക്കൂ, മുട്ട വല്ലപ്പോഴും. ചിക്കനും മുട്ടയൊന്നും ഇല്ലാതെ എങ്ങനെയാ ടിൻഡു? പക്ഷെ ഞാൻ ഡെയിലി പാല് കുടിക്കും. അതാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ദേ ഡുണ്ടു വരുന്നു. നീ അറിഞ്ഞോ, നിന്റെ ആ കുറിഞ്ഞിപ്പൂച്ച ചത്തുപോയി. അയ്യോ, എങ്ങനെ? കിണറ്റിൽ വീണു പോയതെന്നാ കേട്ടത്. വേഗം ചെല്ല്. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ. കണ്ടോടി അവന്റെ സ്നേഹം കണ്ടോ? പെറ്റിനോട് ഇത്രയും സ്നേഹം ആദ്യമായിട്ടാ കാണുന്നത്. സ്നേഹം ഒലക്ക. ആ ഒരു പൂച്ചയുടെ ബലത്തിലാ ഇത്രയും നാളെ ഞാൻ പാല് കട്ടി കുടിച്ചത്, അറിയോ? rocks. TNT rocks. TNT rocks. എന്തൊരു ബോറടിയാ. അല്ല ദീപു, നിന്റെ വീട്ടില് കേബിൾ കണക്ഷൻ ഇല്ലേ? വല്ല സിനിമയും കണ്ടാലോ? ടിവിയില് പുതിയ സിനിമയൊന്നും ഇപ്പൊ ഉണ്ടാവില്ലെന്നേ. അതിനിപ്പോ 1.5 മാസം കഴിയണം. 1.5 മാസം കഴിഞ്ഞാൽ എന്താ? ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ. പുതിയ സിനിമകളുടെ ചാകരയായിരിക്കും. പ്രേമമുണ്ടാവുമോ? നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. ആ, എന്റെ കയ്യില് സിനിമയുടെ സീഡികളൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? വടക്കൻ സെൽഫി, ഹരം, പിന്നെ കുറച്ച് പഴയതുണ്ട്, ട്രാഫിക്. ഞാൻ കണ്ടിട്ടില്ല. നീ ഇതുവരെ ആയിട്ടും ട്രാഫിക് കണ്ടിട്ടില്ലേ? അവയവദാനമാ വിഷയം. ഞാൻ ആ പടം കണ്ടപ്പോഴേ തീരുമാനിച്ചു എന്റെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യുമെന്ന്. ഞാനും ചെയ്യാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ എന്താ വേണ്ടത്? ആശുപത്രിയിൽ പോയി സമ്മതപത്രത്തിൽ ഒപ്പുവെക്കണം. സിമ്പിൾ. എന്നാൽ ഞാൻ ഇന്ന് തന്നെ പോയി എന്റെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യും. അതേതായാലും നന്നായി. പക്ഷെ നീ നിന്റെ തലച്ചോറ് മാത്രം ദാനം ചെയ്യരുത്. റിക്വസ്റ്റ് ആണ്. TNT rocks. TNT rocks.